കേരള രാഷ്ട്രീയത്തിൽ വ്യക്തിപൂജയ്ക്ക് പാട്ടിലൂടെ തിരികൊളുത്തിയ കവിയും വ്യക്തിപൂജയുടെ പേരിൽ വിമർശനം ഏറ്റുവാങ്ങേണ്ടിവന്ന പി ജയരാജനും ഒരു വേദിയിൽ ഇന്ന് ഒരുമിച്ചെത്തി. കണ്ണൂരിന്റെ വിപ്ലവ സൂര്യൻ എന്ന ആൽബം എഴുതിയ പ്രദീപൻ കടയപ്രത്തിന് ഒപ്പമാണ് പി ജയരാജൻ വേദി പങ്കിട്ടത്. പ്രദീപന്റെ പൂതന എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്യാനാണ് പി ജയരാജൻ എത്തിയത്. നവമാധ്യമത്തിലെ ആദ്യ രചനയായ കണ്ണൂരിന്റെ വിപ്ലവ സൂര്യൻ എന്ന ആൽബത്തിന്റെ ഗാനരചനയിലൂടെ കേരള രാഷ്ട്രീയത്തിലെ വ്യക്തിപൂജാ വിവാദത്തിന് തിരികൊളുത്തിയ രചയിതാവാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണ് എന്നെ ക്ഷണിക്കുമ്പോൾ ഈ പ്രദീപൻ്റെയും മറ്റും മനസ്സിലായിട്ടുള്ള സങ്കോചം മടിച്ചാണ് ക്ഷണിച്ചതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ പാട്ട് എന്നെ പറ്റിച്ചാ നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും പാട്ട്. പക്ഷെ എനിക്ക് ഇത് നോക്കിയപ്പോൾ, ഇത് മനസ്സിലായപ്പോൾ ഞാൻ പറഞ്ഞ പുസ്തക പ്രകാശനത്തിന് ഞാൻ വരും. കാരണം അത് എൻ്റെ ഒരു ഉത്തരവാദിത്തമായി മാറുക. കാരണം എന്നെ പറ്റിയിട്ടുള്ള ആ ഗാനം എഴുതിയത് യഥാർത്ഥത്തിൽ ഞാൻ അറിയുമായിരുന്നില്ല. ഈ പാട്ട് ആളുകൾ കേട്ട് അത് ഹിറ്റായപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ അന്നും ഇന്നും അത് ചിലയിടത്തൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പോയിട്ടുള്ള ചില പരിപാടികളൊക്കെ അവതരിപ്പിച്ചിട്ടുള്ള പാട്ട് കൂടിയാണ്. അപ്പോൾ അതിന് പ്രദീപം വിഷമിക്കേണ്ട ആവശ്യമില്ല. അന്ന് വലിയ വിവാദം ഉണ്ടായി, വ്യക്തിപൂജാ വിവാദം എന്ന് പറഞ്ഞിട്ട്. യഥാർത്ഥത്തിൽ എന്നെപ്പറ്റി ഇങ്ങനെ ഒരു കാര്യം എഴുതുന്നതിന് പ്രദീപനോട് ഞാനും പറഞ്ഞിട്ടില്ല. പാട്ട് പാടുന്നതിന് പുറച്ചേരിയിലെ ഒരു കലാസമിതിയാണ് അതിൻ്റെ സംഗീതമൊക്കെ ഒരുക്കിയത്. അവരും ഞാനുമായിട്ട് ആദ്യം ആലോചിച്ചിട്ടില്ല. അവർക്ക് തോന്നി ഒരു പാട്ട് പാടണം, അങ്ങനെ പാട്ട് പാടി, അത് ഹിറ്റായി. അപ്പോൾ ആ ഒരു സംഭവത്തോടുകൂടി ഞാൻ എന്നെ ക്ഷണിക്കാൻ വന്നു. പി ജയരാജൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരുപക്ഷെ ഉയർച്ച ഉണ്ടാകേണ്ട ഘട്ടങ്ങളിൽ പാർട്ടിയിൽ തിരിച്ചടി കിട്ടാൻ ഈ ഗാനവും ഒരു പരിധിവരെ കാരണമായി എന്ന് കൂടി പറയേണ്ടി വരില്ലേ? ഒരുമിച്ച് ഇപ്പോൾ ഈ ഗാനം എഴുതിയ ആളും പി ജയരാജനും ഒരുമിച്ച് വേദിയിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഇങ്ങനെ വിശദമായ കാര്യങ്ങൾ തനിക്ക് അറിയില്ലായിരുന്നു വിശദീകരിക്കേണ്ടി വരുന്ന രാഷ്ട്രീയ സാഹചര്യം കൂടി എന്താണ്? രതീഷ്, അതുതന്നെയാണ് അതിൻ്റെ അകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയമായ ഒരു കണ്ടന്റ്. കാരണം ഈ അവസരം പി ജയരാജൻ ഈ പാട്ടുമായി ബന്ധപ്പെട്ട്, വ്യക്തിപൂജയുമായി ബന്ധപ്പെട്ട് തൻ്റെ നിലപാട് എന്താണ് എന്ന് വിശദീകരിക്കാൻ വേണ്ടിയാണ് ഈ സമയം ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഈ ഇത്തരത്തിൽ പാട്ട് എഴുതിയത് തനിക്കറിയില്ലായിരുന്നു, ഇത് ചിത്രീകരണം നടത്തിയത് അറിയില്ലായിരുന്നു. അങ്ങനെ രാഷ്ട്രീയമായി അതുമായി ബന്ധപ്പെട്ട വളരെ വിശദമായി അദ്ദേഹം പറയുകയാണ്. അതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ പി ജയരാജൻ രാഷ്ട്രീയമായ നിലപാട് കൊണ്ടും അദ്ദേഹത്തിൻ്റെ ജനപിന്തുണ കൊണ്ടും കത്തിക്കയറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഈ പാട്ട് വരുന്നത്. പാട്ട് വന്നതോടുകൂടി അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കി, ഒരു കരിനിഴൽ വീഴ്ത്തി. അപ്പോൾ ആ സാഹചര്യം എന്തായിരുന്നു എന്ന് അദ്ദേഹം വിശദീകരിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് ഈ പ്രദീപൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ. അത് പറയുന്നതിനും മറ്റൊരു കാരണം കൂടിയുണ്ട്. നേരത്തെ രതീഷ് പറഞ്ഞതുപോലെ തന്നെ വ്യക്തിപൂജകൾ പല രീതിയിൽ പല സമയങ്ങളിലായി നടന്നുകൊണ്ടേയിരിക്കുന്ന കാലത്തു കൂടിയാണ് അദ്ദേഹം ഈ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിച്ച് തൻ്റെ നിരപരാധിത്വം അദ്ദേഹം തെളിയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഏതായാലും ഈ പ്രദീപൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിന് പി ജയരാജന് പ്രദീപൻ വിളിക്കാൻ വേണ്ടി പോകുന്നു. പക്ഷേ വളരെ സംശയിച്ചാണ് മടിച്ചാണ് വിളിക്കാൻ വേണ്ടി പോയത്. കാരണം ഇങ്ങനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അതിൻ്റെ പിറകിൽ. പ്രദീപനാണ് ആ പാട്ടെഴുതുന്നത്. പിന്നീട് പുറച്ചേരി ഗ്രാമീണ കലാസമിതി അത് ചിത്രീകരിച്ച് കൊണ്ടുവരികയും ചെയ്യുന്നു. അത് പിന്നീട് വലിയ വിവാദത്തിലേക്കും മറ്റും കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അത് വിശദീകരിക്കാനുള്ള ഒരു അവസരം കൂടി പി ജയരാജന് കിട്ടുന്നു എന്നിടത്താണ് ഈ ചടങ്ങിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം. ശരി, സി കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. വലിയ വിവാദമായ പാർട്ടിക്കുള്ളിൽ ചർച്ചയാക്കപ്പെട്ട വ്യക്തിപൂജ എന്ന ആരോപണം, അതിനെ അടിസ്ഥാനമായ ഗാനം, ആ ഗാനം എഴുതിയ കവിയും പാട്ടെഴുതിയ എഴുത്തുകാരനും ഒപ്പം പി ജയരാജനും ഒരേ വേദിയിലെത്തുകയാണ്. പക്ഷേ വ്യക്തിപൂജയുമായി ബന്ധപ്പെട്ട് തൻ്റെ നിലപാട് എന്താണ്? താൻ ഇങ്ങനെ ഒരു ഗാനം എഴുതാൻ ആവശ്യപ്പെട്ടില്ല, അതിന് സംഗീതം നൽകാൻ ആരോടും ആവശ്യപ്പെട്ടില്ല, അക്കാര്യം തനിക്ക് അറിയില്ലായിരുന്നു. ഇതടക്കം വിശദീകരിച്ചുകൊണ്ടാണ് ഇന്ന് പി ജയരാജൻ പ്രസംഗിച്ചത്.